10-12 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ദഅവത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപുകൾ എന്ന് പറയുന്ന ദ്വീപുകളിലെ ഒരൊറ്റപ്പെട്ട ദ്വീപിലേക്ക് ദഅവത്തിന് ക്ഷണിച്ചു. ക്ഷണിച്ച സമയത്ത് ഞാനും എന്റെ സുഹൃത്തും ആ ദ്വീപിലേക്ക് എത്തിച്ചേരാമെന്നവർക്ക് വാക്കുകൊടുത്തു. ആദ്യം ചെന്നിറങ്ങുന്ന ദ്വീപ് 3680 മനുഷ്യരാണ് അവിടെ ഉള്ളത് എന്നാണ് അവിടുത്തെ മനുഷ്യർ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത്. അതിൽ സലഫി ആദർശം വെച്ചു പുലർത്തുന്ന, ശിർക്കെന്ന് പറയുന്ന അതിശക്തമായ പാപത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, തൗഹീദ് അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട് ആ ദ്വീപിൽ എന്ന ചോദ്യത്തിന് ഞങ്ങളെ ക്ഷണിച്ച സഹോദരൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ മുശ്രിക്കാക്കാനോ മറ്റുള്ളവർ ശിർക്കിലാണെന്ന് പറയാനോ ആളല്ല. പക്ഷേ മൻഹജുസ് സലഫ് അനുസരിച്ച് ഫഹ്മുസ് സഹാബ കിറാം മനസ്സിലാക്കിയതുപോലെ അല്ലാഹുവിന്റെ ഖുർആനിനെയും പ്രവാചക തിരുവചനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ഖബറാരാധനയിലേക്ക് പോവാതെ, വ്യക്തിപൂജയിലേക്ക് പോവാതെ, അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും മാറാപ്പ് പേറാതെ ഈ 3680 പേർ ജീവിക്കുന്ന ദ്വീപിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് ആ സഹോദരൻ കണ്ണീരോടുകൂടി പറയുകയാണ്. സ്റ്റേജ് കെട്ടുന്നു. ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ മുന്നിലിരിക്കാനില്ല. ആ ദ്വീപിൽ അയാൾ മാത്രമാണ് ഈ ആദർശത്തെ വെച്ച് പുലർത്തുന്ന ആള്. അപ്പോൾ ആരായിരിക്കും മുന്നിലിരിക്കാനുണ്ടാവുക? ഇടയ്ക്ക് വെച്ച് അയാൾ ചൂടുവെള്ളം കൊണ്ടുവരാൻ പോകുമ്പോ മുന്നിൽ ആരും ഒരുപക്ഷെ ഉണ്ടാവില്ല. ഒറ്റക്കെടുന്നേറ്റ് നിന്ന് സുഹൃത്തുക്കളെ ആ ദ്വീപിൽ അള്ളാഹുവിന്റെ ദീന് പറയുകയാണ്. ആരോടാ സംസാരിക്കുന്നത്? മുന്നിൽ ആരും ഇരിക്കാനില്ലെങ്കിലും രണ്ട് ഭാഗങ്ങളിലുമായി ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കുവാൻ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കാതെ മറുഭാഗങ്ങളിൽ ഇരിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. സച്ചരിതരായ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന റൂട്ടിലൂടെ ദഅവത്തിന്റെ പ്രോജ്വലമായ ഒരു തുടക്കത്തിന് ആ കൊച്ചു ദ്വീപിൽ നാം തുടക്കം കുറിക്കുമ്പോൾ ഞാൻ ആ വ്യക്തിയുടെ പേരെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തും ശക്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹം പറയാണ്, കരണ്ട് പോയാൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ തൊട്ടടുത്ത് മൈക്ക് സെറ്റും ജനറേറ്ററും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, കേരളത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ 2 മനുഷ്യർ ഇവിടെ എത്തിയിട്ടുണ്ട്. പെർമിഷൻ എടുത്തുകൊണ്ട് ഞാൻ അവിടെ പ്രസംഗം ഇവിടെ വെക്കുകയാണ്. കറണ്ട് പോയാൽ നിങ്ങളുടെ ജനറേറ്റർ ഒന്ന് തന്ന് സഹായിക്കണമെന്ന് അയാൾ വാടകയ്ക്ക് കൊടുക്കുന്ന റെന്റ് ഹൗസിൽ ചെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് കിട്ടിയ മറുപടി, നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോയവരാണ്, ഇവിടുത്തെ മൈക്ക് സെറ്റുകളോ ഇവിടുത്തെ ജനറേറ്ററുകളോ നിങ്ങൾക്ക് വാടകയ്ക്ക് തരാൻ പറ്റുകയില്ല. ആ സഹോദരൻ പറയാണ്, നിങ്ങൾ വരുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ കപ്പൽ കയറി കോഴിക്കോട് വന്ന് ഞാനും എന്റെ തൊട്ടടുത്ത ദ്വീപിലെ 2-3 സുഹൃത്തുക്കളും ചേർന്ന് ഞങ്ങളുടെ സാലറിയിൽ നിന്ന് പണം മാറ്റിവെച്ച് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി, തുടർന്നുള്ള ഫ്യൂച്ചറിലെ ദഅവ പ്രോഗ്രാമിന് വേണ്ടി സെറ്റ് പണം കൊടുത്തു വാങ്ങിയതാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന ഒരു ആത്മവിചിന്തനത്തിന്, ഒരു ആത്മപരിശോധനയ്ക്ക് ഞാനും നിങ്ങളും വിധേയരാകേണ്ടത്. നീണ്ടു നിൽക്കുന്ന ഒരു ആഴ്ച ദിവസം നീണ്ടു നിൽക്കുന്ന ദഅവ പ്രോഗ്രാമിന്
ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റ് ആകുന്ന കർണാടകയിൽ സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകൾ ചെന്ന് പെർമിഷൻ വാങ്ങുമ്പോ നമുക്ക് അനുവദിച്ചു തരുന്ന അള്ളാഹുവിന്റെ ദീന് പറയാൻ സുതാര്യതയോടുകൂടി സുവ്യക്തതയോടുകൂടി അള്ളാഹുവിന്റെ ദീനെത്തിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന ഒരു മണ്ണിൽ പോരായ്മകളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും പ്രിയപ്പെട്ടവരെ ഉണ്ടാവാം. എങ്കിലും അള്ളാഹുവിന്റെ ദീന് സത്യസന്ധമായി ഇതുപോലെയുള്ള ഒരു ടൗണിന്റെ ഹൃദയഭാഗത്തു നിന്ന് അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ, ആ പരിശുദ്ധ ഖുർആനിന്റെ മാസ്മരികതയെ കുറിച്ച് ലോകത്തെ അറിയിക്കുവാൻ, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെയും അവിടുത്തെ ജീവിതചര്യകളെയും ലോകത്തെ അറിയിക്കുവാൻ, മാ ഉളിഫ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി വഖൗലിഹി വതഖരീരിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചേരുന്ന അവിടുത്തെ പ്രവൃത്തികളും അവിടുത്തെ വാക്കുകളും അവിടുത്തെ സമ്മതങ്ങളുമാണ് മഹാനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ എന്ന് പഠിപ്പിച്ചു തരുന്ന പണ്ഡിതന്മാരുടെ വാക്കുകളെ മുഖവിലക്കെടുത്തുകൊണ്ട് വക്രീകരണമില്ലാതെ ആ ഹദീസുകളെ ഈ മനുഷ്യർക്ക് കേൾപ്പിക്കുവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹ് സുമ്മൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നൂറുകണക്കിന് തവണ ആവർത്തിച്ചു പറഞ്ഞാലും പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിനെ വാഴ്ത്തി പറഞ്ഞത് ഒരിക്കലും പ്രിയപ്പെട്ടവരെ കൂടി പോവുകയില്ല. അത്ര കണ്ട അപാരമായ അനുഗ്രഹങ്ങളാണ് ലോകരക്ഷിതാവായ അള്ളാഹ് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളത്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എവിടെയോ കിടക്കുന്ന ദൂരസംഭവങ്ങളിലേക്ക് ഞാനും നിങ്ങളും തിരിയേണ്ടതില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പറയുന്നതിലേക്കുള്ള ആമുഖമാണ് ഞാൻ കുറിക്കുന്നത്. ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ ബ്രെയിനിനെ കുറിച്ച്, തലച്ചോറിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാൻ, ഈ സംസാരം കേൾക്കുന്നവരിൽ വിശുദ്ധരന്മാർ, എഞ്ചിനീയർമാർ, വ്യത്യസ്തരായ ഡോക്ടർമാർ, ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ, വലിയ വലിയ സർട്ടിഫിക്കറ്റുകൾ കൈകളിലുള്ളവർ എന്റെ സംസാരം കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ വായിച്ചു നോക്കുമ്പോ മനുഷ്യന്റെ തലച്ചോറിന്റെ മുകൾ പരപ്പിൽ കിടക്കുന്ന ചെറിയ ഞരമ്പുകൾ ഉണ്ടല്ലോ, അതിങ്ങനെ വളഞ്ഞു പുളഞ്ഞ് പ്രിയപ്പെട്ടവരെ അട്ടിയായി കിടക്കുന്നത് പോലെ ഒരു പ്രത്യേക ഷേപ്പിൽ കിടക്കുന്ന ആ രക്തക്കൊയിലുകളും ഞരമ്പുകളും ഒക്കെ ഒന്ന് നിവർത്തി നോക്കിയാൽ 500 കിലോമീറ്ററിലധികം നീളമുണ്ട് തലച്ചോറിന്റെ മുകൾ ഭാഗത്ത് കിടക്കുന്ന ആ കുയൽ സംവിധാനമെന്ന് ശാസ്ത്രം ലോകത്തോട് പറയുമ്പോ, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഭക്ഷിച്ച് 8 മണിക്കൂർ കൊണ്ട് അതിനെ ദഹിപ്പിച്ച് അല്ലാഹു തആല സംവിധാനിച്ച സംവിധാനത്തിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങളെ മാറ്റി വേർതിരിക്കുന്ന ആമാശയം എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നുവെങ്കിൽ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ ദൂരസ്ഥലങ്ങളിലേക്ക് എന്റെയും നിങ്ങളുടെയും നേത്രങ്ങളും കാഴ്ചശക്തികളും ചലിപ്പിക്കേണ്ടതില്ല. ഞാൻ എന്റെ ശരീരത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച് എനിക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ ആ പഠനം നടത്തുന്നതിൽ ഞാനും നിങ്ങളും പിറകിലാണോ എന്ന പരിശോധനയാണ് നമ്മൾ നടത്തേണ്ടത്. ഞാൻ അക്കവിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ലോകരക്ഷ